എന്നിട്ട് ചിന്മുന്നിനടുത്തേക്ക് എത്തി ചിന്മുന്നിനോട് പറഞ്ഞു, ചിന്മുൻ, നീ എന്താണ് ചെയ്യുന്നത്? നീ നിന്റെ കുട്ടികളുടെ അടുത്തേക്ക് പോയില്ലേ? നീ എല്ലാം എന്നോട് പറ. നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന്. പിന്നെ കഴുകൻ മുത്തച്ഛനോട് എല്ലാം പറഞ്ഞു. കഴുകൻ മുത്തച്ഛ, ഇന്ന് എനിക്ക് സുഖമില്ലായിരുന്നു. കുട്ടികൾ പട്ടിണി ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും കുട്ടികൾക്ക് ഭക്ഷണം എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷെ കറുത്ത കാക്ക സഹോദരൻ എന്നെ പിടികൂടി. നീ വിഷമിക്കണ്ട ചിന്മുൻ, ഞാൻ ഇപ്പോൾ തന്നെ എല്ലാം ശരിയാക്കാം. ആ കറുത്ത കാക്കയെ ഇനി ഒരു പാഠം പഠിപ്പിക്കാം. കഴുകൻ മുത്തച്ഛൻ ദേഷ്യത്തിൽ കറുത്ത കാക്കയുടെ അടുത്തെത്തി. കറുത്ത കാക്കേ, കേൾക്കൂ. നിന്റെ ധാന്യങ്ങൾക്ക് പകരം എന്നിൽ നിന്ന് ധാന്യങ്ങൾ എടുത്ത് ചിന്മുൻ പക്ഷിയെ വെറുതെ വിടൂ. അവൾക്ക് ചെറിയ കുട്ടികളുണ്ട്. ഞാൻ അവളെ വിടില്ല. നീ എന്തിനാണ് എന്റെ വഴിയിൽ അനാവശ്യമായി വരുന്നത്? പോയി നിങ്ങളുടെ ജോലി ചെയ്യ്. കഴുകൻ മുത്തച്ഛൻ ദേഷ്യത്തിൽ പറഞ്ഞു. കറുത്ത കാക്കേ, ഞാൻ പറയുന്നത് അത് ശ്രദ്ധയോടെ കേൾക്കൂ. അല്ലെങ്കിൽ അതിന്റെ അനന്തര ഫലങ്ങൾ നീ അനുഭവിക്കേണ്ടി വരും. ഞാൻ പറയുന്നത് കേൾക്കൂ. ചിന്മുന്നെ വിടൂ. നീ എന്ത് വേണമെങ്കിലും ചെയ്യ്, പക്ഷെ ഞാൻ അവളെ വിടില്ല. കറുത്ത കാക്കേ, ഞാൻ നിനക്ക് എന്റെ വീട് നൽകാം. നീ ചിന്മുന്നെ വിടൂ. ഇല്ല, ഞാൻ വിടില്ല. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പോവിടന്ന്. കറുത്ത കാക്കേ, ചിന്മുന്നെ വിടൂ. ഞാൻ നിനക്ക് പുതിയ വയൽ തരാം. പോ. എനിക്കൊന്നിനോടും അത്യാഗ്രഹമില്ല. ഒരു കാരണവശാലും ഞാൻ അവളെ വിടുകയുമില്ല.